നമ്മുടെ തായ്ലൻഡിനങ്ങൾ നീളം കൂടുതലാണ്. മാങ്ങൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ സീഡ് വരിക. ഇത് ഇന്ത്യൻ മാങ്ങൻ്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സീഡ് റിലേറ്റീവ്ലി കുറവാണ്. ഇതിന് പിന്നെ പല ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈ ഷെൽഫ് ലൈഫാണ്. 14-20 ദിവസം വരെയൊക്കെ ഇത് പഴുത്താലും മാങ്ങ നിൽക്കും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല മൂത്ത മാങ്ങ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14-20 ദിവസം വരെ നിൽക്കും. അതായത് ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു കൊമേഴ്ഷ്യൽ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ, കാരണം അതാണല്ലോ നമ്മൾ നോക്കിയ എത്ര ദിവസം ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയിരിക്കുന്നുള്ളത്. ഇത് നമുക്ക് ബ്രിഡ്സ് ആണ് ഇപ്പൊ നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ചെക്ക് ചെയ്യുന്നത് മൊത്തം കൺസിസ്റ്റന്റ് ആയിട്ട് 30 above ആണ്. ഇത് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. നമ്മളൊരു നോർമൽ മാങ്ങക്ക് എത്ര കിട്ടില്ല? 28. ഓ 28. 28 മുതൽ 30, 31, 32 ലെവലിലാണ് ഇങ്ങനെ കാണിച്ചത്. കാലാപ്പാടിയൊക്കെ എത്ര നമുക്ക് കിട്ടാറ്? കാലാപ്പാടിയൊക്കെ ആ ഒരു 28-30 റേഞ്ചിൽ വരും. 30 റേഞ്ചിൽ വരും. കൺസിസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നത് 28. ഇനി അടുത്ത മാങ്ങ രഞ്ജിത്ത് മാങ്ങ ഒന്ന് കഴിച്ചു നോക്കി. രഞ്ജിത്ത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിമധുരം. മധുരം എന്നല്ല, അതിമധുരം എന്നാ പറയണ്ടത്. മധുരം മാത്രമല്ല, അപ്പൊ നമ്മള് നാംഡോക് മൈക്കൊക്കെ ഫ്ലേവർ ഇല്ലാത്തൊരു പ്രശ്നം പറയുന്നുണ്ട്. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ഫ്ലേവർ ഉണ്ട്, മധുരം ഉണ്ട്, എല്ലാം കൂടി ചേർന്നടങ്ങിയ ഒരു മാങ്ങ. എനിക്ക് തോന്നുന്നു ഷുഗർ ഉള്ളവര് കഴിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഇതിലിപ്പോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് ഉള്ളൂ. കഴിച്ചോളേ.